നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണ്. 2022 റീസെന്റ് ആയിട്ട് PSC നടത്തിയ പരീക്ഷകളിലെ പുത്തൻ ഇംഗ്ലീഷ് ചോദ്യങ്ങളും ട്രിക്സിലൂടെ അതെങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു സെഷൻ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഞാൻ ഈ ഒരു സെഷനെ 10th മെയിൻസ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിനകത്താണ് ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയാണ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റ് എടുത്തിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ആണ്, ഒരു ദിവസം തന്നെ 2-3 വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ പോട്ടെ, ഓരോ വീഡിയോ വീതം കണ്ട് തീർത്താൽ മതി. ആകെ ഒരു 14-15 ക്ലാസ്, ഇന്നിപ്പോൾ 15ാമത്തെ ക്ലാസ് ആണ്, അത്രേ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ക്ലാസ്സിലേക്ക് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയേക്കണേ. തുടങ്ങാം. ഇന്നെടുത്തിരിക്കുന്ന ചോദ്യ പേപ്പർ 2022 നടന്ന സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടേതാണ്. അപ്പൊ അതിൽ ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, ദ ബുക്സ് ഓൺ ദ ടേബിൾ ഡാഷ് ടു അവർ ടീച്ചർ. ഇവിടെ വെർബ് വരുന്നത് എന്താ? നമ്മൾ പഠിക്കേണ്ട റൂള്, സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലാർ വെർബും പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബും ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ദ ബുക്സ്. ടേബിളിലെ ബുക്സ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പൊ ബുക്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ബുക്സ് ഒന്നിൽ കൂടുതലുണ്ട്, അപ്പൊ പ്ലൂറൽ ആണ്. അപ്പൊ പ്ലൂറൽ ആകുമ്പോഴത്തേക്കും പ്ലൂറൽ വെർബാണ് ചേർക്കേണ്ടത്. ഇവിടെ ബിലോങ്സ് ഉണ്ട്, ബിലോങ് ഉണ്ട്, ആർ ബിലോങ്ങിങ് ഉണ്ട്, വേർ ബിലോങ്ങിങ് ഉണ്ട്. അപ്പൊ ഇവിടെ ആർ ബിലോങ്ങിങ് കണ്ടിന്യൂസ് ടെൻസിലല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒരു പ്രസന്റ് കാര്യം, അവിടെ ഇരിക്കുന്നു, അങ്ങനെയുള്ളൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അവിടെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെയല്ലല്ലോ, നീട്ടി വലിച്ചല്ല പറഞ്ഞേക്കുന്നത്. വേർ ബിലോങ്ങിങ്ങും അല്ല. അപ്പൊ അത് രണ്ടും നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഒഴിവാക്കാം. ഇനി ബിലോങ്സ് ആണോ ബിലോങ് ആണോ? ഏതാ സിംഗുലർ ഏതാ പ്ലൂറൽ? ബിലോങ്സ് എന്ന് വെച്ചാൽ ഡസ് പ്ലസ് ബിലോങ് ആണ്. അപ്പൊ ഡസ് യൂസ് ചെയ്യുന്ന എപ്പോഴും സിംഗുലാറിന്റെ കൂടെയാ. ബിലോങ് എന്ന് വെച്ചാൽ ഡു പ്ലസ് ബിലോങ് ആണ്. ഡു ആണ് പ്ലൂറലിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏതാ ഉത്തരം? ബിലോങ് ആണ് ഉത്തരം. അപ്പൊ ബിലോങ് ആണ് ഇവിടുത്തെ പ്ലൂറൽ വെർബ്. റൺസ് ആണോ അതോ റൺ ആണോ സിംഗുലർ? റൺസ് ആണ് സിംഗുലർ. ഡസ് പ്ലസ് റൺ ആണ് റൺസ്. അപ്പോൾ റൺസ് ആണ് സിംഗുലർ, റൺ എന്ന് പറയുന്നത് പ്ലൂറൽ. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ബിലോങ്സ് ബിലോങ് ആണ് ഇവിടുത്തെ പ്ലൂറൽ. അപ്പൊ എന്തുകൊണ്ട് പ്ലൂറൽ യൂസ് ചെയ്തു? ഇവിടുത്തെ സബ്ജക്ട് ദ ബുക്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് വെർബിന്റെ പ്ലൂറൽ ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾസ് ആർ സ്യൂട്ടബിൾ ഇൻ ദ സെന്റൻസ്. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് നമുക്ക് 3 ആർട്ടിക്കിൾസ് ഫില്ല് ചെയ്യണം. ഹി ഓർഡേർഡ് ഡാഷ് കേക്ക് ആൻഡ് ഡാഷ് എക്ലെയർ. ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ഡാഷ് കേക്ക് വാസ് നോട്ട് ഗുഡ്. അവൻ ഒരു കേക്കും ഒരു എക്ലെയറും ഓർഡർ ചെയ്തു. ആ പെർട്ടിക്കുലർ കേക്ക് എന്ന് പറയുന്നത് അത്ര നല്ലതായിരുന്നില്ല. അപ്പൊ ഇവിടെ നമുക്ക് കണ്ണും പൂട്ടി എഴുതാം. ഈ ഒരു കേക്കിനെ പറ്റി, അതായത് മുന്നേ പരാമർശിച്ച ഒരു കേക്കിനെ പറ്റി വീണ്ടും പരാമർശിച്ചേക്കുക. അപ്പൊ ഒരു പെർട്ടിക്കുലർ കേക്കിനെ പറ്റി പറഞ്ഞേക്കുന്നത് കൊണ്ട് ദായാണ് അവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ ദായാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ദാ മൂന്നാമത്തെ ഡാഷിലല്ലേ ദാ ഫില്ല് ചെയ്തേ. അപ്പൊ ദാ മൂന്നാമതായിട്ട് വരുന്ന ആകെ 2 ഓപ്ഷനേ ഉള്ളൂ, സിയും ഡിയും. അപ്പൊ ഇതിൽ ഏതോ ഒന്നാണ് ഉത്തരം. അപ്പൊ ഇവിടെ വേറൊരു പോയിന്റും കൂടി ഓർക്കാമല്ലോ. ആദ്യം ഒരു കേക്കിനെ പറ്റിയാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എ കേക്ക്, അത് കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താലോ, ഓപ്ഷൻ സി. പിന്നെ എക്ലെയർ, ആൻ എക്ലെയർ ആണ്. കാരണം എന്താ? ആൻ എക്ലെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്ന് പറയുന്ന സ്വരാക്ഷരത്താലാണ്. അപ്പൊ സ്വരാക്ഷരമാണെങ്കിൽ ആർട്ടിക്കിൾ എന്തോ ആയിരിക്കും? ആൻ ആയിരിക്കും. അപ്പൊ ഉത്തരം സി ആണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ ദ യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ എവിടെയൊക്കെയാ? ഇപ്പൊ ദ യൂസ് ചെയ്യുന്ന 1-2 സാഹചര്യങ്ങൾ പറയാം. ഇപ്പൊ ഹോളി ബുക്സ്, ഫോർ എക്സാമ്പിൾ ദ ബൈബിൾ, ദ രാമായണ, ദ ഹോളി ഖുറാൻ എന്നൊക്കെ പറയുന്ന പോലെ എന്താണ്, ഒരു ബുക്സ് അല്ലെങ്കിൽ ഹോളി ബുക്സ്, എപ്പിക്സ്, ഇതിന്റെയൊക്കെ മുന്നിൽ ദ ചേർക്കണം. പിന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ദ ചേർക്കണം. പിന്നെ നമ്മുടെ പ്രപഞ്ചത്തിൽ ഒറ്റ എണ്ണമുള്ള തിങ്സ് ഉണ്ടല്ലോ, ദ സൺ, ദ മൂൺ, ദ എർത്ത്, അങ്ങനെയൊക്കെ പറയുമ്പോഴും ദ ചേർക്കണം. ഓക്കെ, പിന്നെ അതുപോലെ കൺട്രിയുടെ മുന്നിൽ രാജ്യത്തിന്റെ പേരിനൊപ്പം കിങ്ഡം, റിപ്പബ്ലിക് എന്നൊക്കെ ഉണ്ടെങ്കിൽ ദ ചേർക്കണം.
ഫോർ എക്സാമ്പിൾ ദ റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക, ദ കിങ്ഡം ഓഫ് മാസിഡോൺ, അങ്ങനെയൊക്കെ. പിന്നെ പ്രോപ്പർ നൗണില്ലേ, അതായത് പേര്, വീണ, അമ്മു, അനു, അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ദാ ചേർക്കാൻ പാടില്ല. പിന്നെ ഗെയിമിന്റെ പേരിന് മുന്നിൽ ദാ ചേർക്കരുത്. ഫോർ എക്സാമ്പിൾ ഐ പ്ലേ ക്രിക്കറ്റ് എന്ന് മതി, അല്ലെങ്കിൽ ചെസ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ഗെയിം എന്ന് മതി. അതിന്റെ ഫ്രണ്ടിൽ എന്ത് ചേർക്കേണ്ട? ദാ ചേർക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അടുത്ത ചോദ്യം, ആഡ് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്. മൈ ബ്രദർ സെൽഡം സ്മൈൽസ് അറ്റ് ഹിസ് ക്ലാസ്മേറ്റ്സ്. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. ഇവിടെ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ക്ലിയർലി ഇവിടെ ഒരു നെഗറ്റീവ് വേർഡ് ഉണ്ട്, സെൽഡം. സെൽഡം, റെയർലി, ബെയർലി, സ്കെയർസ്ലി, ലിറ്റിൽ, ഫ്യൂ എന്നൊക്കെ പറയുന്ന നെഗറ്റീവ് സെൻസ് ഉള്ള വേർഡ്സ് ആണ്. അപ്പൊ ഈ സെന്റൻസ് എന്തായിപ്പോയി? നെഗറ്റീവ് ആയിപ്പോയി. അപ്പൊ സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തോ ആയിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ പോസിറ്റീവ് ടാഗ്സ് രണ്ടെണ്ണമാ ഉള്ളത്, ഡസ് ഹിയും ഡിഡ് ഹിയും. അപ്പൊ ഡസ് ഹി ആണോ ഡിഡ് ഹി ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ടോ? നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ വേണ്ടി ഓക്സിലറി വെർബ് വേണ്ടേ? ഈ സാമാർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ് എന്ന് പറഞ്ഞിട്ട് ഓക്സിലറി വെർബ്സ് വേണം. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ല. അപ്പൊ ഇവിടുത്തെ മെയിൻ വെർബ് ഏതാ? സ്മൈൽസ് ആണ് മെയിൻ വെർബ്. ഈ സ്മൈൽസിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം. സ്മൈൽസ് എന്ന് പറയുമ്പം ഡസ് പ്ലസ് സ്മൈൽ ആണ്. ഡസ് പ്ലസ് സ്മൈൽ ആണ് സ്മൈൽസ്. അപ്പൊ ഇവിടുന്ന് ഓക്സിലറി വെർബ് കിട്ടിയില്ലേ? ഡസ്. ഉത്തരം എന്താ? ഡസ് ഹി. ഡസ് ഹി. മൈ ബ്രദർ, മൈ ബ്രദർ എന്ന് പറഞ്ഞൊരു പുല്ലിംഗമാണ്. അപ്പോൾ അതിന്റെ പ്രോനൗൺ ആയ ഹി യൂസ് ചെയ്തു, ക്വസ്റ്റ്യൻ മാർക്ക്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നത്. അപ്പോൾ സെൽഡം എന്ന വാക്ക് ഒരു നിഷേധ വാക്യമായിട്ട് ഈ ഒരു വാക്യത്തെ മാറ്റുന്നു. നിഷേധ വാക്യം എന്ന് വെച്ചാൽ നെഗറ്റീവ് സെന്റൻസിലേക്ക് മാറ്റുന്നു. ഓക്കെ, അപ്പൊ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അടുത്ത ചോദ്യം, വെൻ റീന റീച്ച്ഡ് ഹർ ഫ്രണ്ട്സ് ഹോം ഷീ ഡാഷ് ടി.വി. റീന അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിലെത്തിയപ്പോൾ കൂട്ടുകാരി എന്ത് ചെയ്യുകയായിരുന്നു? എന്താണ്? വാഷ്ഡ്. വാഷ്ഡ് എന്ന് വെച്ചാൽ കണ്ടു എന്നുള്ള മീനിങ് അല്ലേ? നമുക്ക് ചെയ്യുകയായിരുന്നു എന്ന് വേണം. അപ്പൊ എന്താ? പാസ്റ്റിൽ പറഞ്ഞേക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വാസ് വാച്ചിങ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യാനുള്ളത്. വെൻ റീന റീച്ച്ഡ് ഹർ ഫ്രണ്ട്സ് ഹോം ഷീ ഡാഷ് ടി.വി. ഷീ വാസ് വാച്ചിങ് ടി.വി. ഇവിടെ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം? ഇവിടെ റീച്ച്ഡ് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസിൽ പറഞ്ഞേക്കുന്നതാ. അപ്പൊ രണ്ടാമത്തെ ഭാഗവും സ്വാഭാവികമായിട്ടും പാസ്റ്റ് ടെൻസിൽ വേണം. ഈസ് വാച്ചിങ് പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് ടെൻസാ, അതും മാറ്റാം, അതും എലിമിനേറ്റ് ചെയ്യാം. ഹാസ് വാച്ച്ഡ്, അതായത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്, അതും എലിമിനേറ്റ് ചെയ്യാം. ബാക്കി രണ്ട് ഓപ്ഷനേ ഉള്ളൂ, വാച്ച്ഡും വാസ് വാച്ചിങ്ങും. അപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് വാച്ച് ടു എലിമിനേറ്റ് ചെയ്തു, വാസ് വാച്ചിങ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ സെന്റൻസ് വിത്ത് എ സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് എന്താ? ഹി വാക്ക്ഡ് ഇൻ ടു ഹിസ് ഹൗസ് ആൻഡ് ഫൗണ്ട് ഡാഷ് ഹിസ് സർപ്രൈസ് ദാറ്റ് there was water all over the floor. ഇവിടെ പ്രിപ്പോസിഷൻ വരുന്നത് ഫൗണ്ട് ടു ഹിസ് സർപ്രൈസ് ആണ്. ടു മൈ സർപ്രൈസ്, ടു ഹിസ് സർപ്രൈസ് എന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ ഇവിടെ എന്താ ചേർക്കുന്നത്? ടു ആണ് ചേർക്കുന്നത്, ടു. ഇനി ഒന്ന് രണ്ട് പ്രിപ്പോസിഷൻസ് നോക്കാം. കൺസിഡറേഷൻ. കൺസിഡറേഷന്റെ കൂടെ രണ്ട് പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യാറുണ്ട്. കൺസിഡറേഷന്റെ കൂടെ ഫോറും യൂസ് ചെയ്യാറുണ്ട്, കൺസിഡറേഷന്റെ കൂടെ ഓഫും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫോർ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഓഫ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഫോർ യൂസ് ചെയ്യുന്നത് കൺസിഡറേഷൻ ഫോർ എ പേഴ്സൺ, ഒരു പേഴ്സന്റെ കാര്യം പറയുകയാണെങ്കിൽ കൺസിഡറേഷൻ ഫോർ. ഓഫ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? കൺസിഡറേഷൻ ഓഫ് എ തിങ്, കൺസിഡറേഷൻ ഓഫ് എ തിങ്, ഒരു തിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ കൺസിഡറേഷൻ ഓഫ് ആണ് ചേർക്കേണ്ടത്. പിന്നെ ഫോർ ചേർക്കേണ്ടത് കൺസിഡറേഷൻ ഫോർ എ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ, ദ യങ് മാൻ ഹാഡ് നോ കൺസിഡറേഷൻ ഡാഷ് ദ ഓൾഡ് മാൻ. അപ്പോൾ ദ ഓൾഡ് മാൻ ഒരു പേഴ്സണിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് ഫോർ ചേർക്കാം. ഓർ ഡാഷ് ഹിസ് ഇൽനെസ്, അവിടെ കൺസിഡറേഷൻ്റെ കൂടെ എന്താ ചേർക്കേണ്ടത്? ഓഫ് ആണ്, കാരണം ഇൽനെസ് എന്ന് പറഞ്ഞൊരു തിങ് ആയിട്ടാണ് സങ്കല്പിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ദ യങ് മാൻ വാസ് ബാഫിൾഡ് ബൈ ദ ക്വസ്റ്റ്യൻസ് ഓഫ് ദ പോലീസ്മെൻ.
വിച്ച് ഈസ് ദ ആപ്റ്റ് സിനോണിം ഫോർ ദ വേർഡ് ബാഫിൽഡ്. ബാഫിൽഡ് എന്ന് വെച്ചാൽ കൺഫ്യൂസ്ഡ് എന്നാണ് അർത്ഥം. കൺഫ്യൂസ്ഡ്, ബാഫിൾ, കൺഫ്യൂസ്, ബാഫിൽഡ്, കൺഫ്യൂസ്ഡ്. അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം. പോലീസ്മാനിന്റെ ചോദ്യങ്ങളിൽ യങ്മൻ കുഴങ്ങിപ്പോയി എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ബാഫിൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാഫിൽഡിന്റെ ഓപ്പോസിറ്റ് എന്തൊക്കെയാ? ക്ലിയർ, കോംപ്രഹെൻസിബിൾ, എൻലൈറ്റൻ. ക്ലിയർ, കോംപ്രഹെൻസിബിൾ, എൻലൈറ്റൻ എന്നൊക്കെ പറയുന്നത് ബാഫിൽഡിന്റെ ആന്റോണിംസ് ആണ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അടുത്ത ചോദ്യം, ദ കാർ ബ്ലൂ അപ്പ് ആഫ്റ്റർ ഇറ്റ് ഫെൽ ഡൗൺ ഇൻ ടു ദ ഡീപ് പിറ്റ്. അനദർ വേർഡ് ഫോർ ദ ഫ്രേസൽ വെർബ് ബ്ലൂ അപ്പ് ക്യാൻ ബി. ബ്ലൂ അപ്പിന് ബ്ലൂ അപ്പ് എന്ന് പറയുന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എക്സ്പ്ലോഡഡ് ആണ്. എക്സ്പ്ലോഡഡ്, എക്സ്പ്ലോഡഡ്. ഡീപ് പിറ്റിലേക്ക് വീണപ്പോൾ കാർ എന്തായി? എക്സ്പ്ലോഡായി. എക്സ്പ്ലോഡഡ്. ഓക്കെ. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് വേർഡ്. ഐ ഡോണ്ട് തിങ്ക് ദ അതോറിറ്റീസ് വിൽ എവർ ഡാഷ് ടു ദ സ്റ്റുഡൻസ് ഡിമാൻഡ്സ്. അതോറിറ്റീസ് സ്റ്റുഡൻസിന്റെ ഡിമാൻഡ്സ് എന്ത് ചെയ്യുന്ന അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഡാഷ്, ഇവിടെ ഡാഷിന് അവിടെ അക്സീഡ് ആണ് വരുന്നത്. എന്ന് വെച്ചാൽ സ്റ്റുഡൻസിന്റെ റിക്വസ്റ്റ്, അക്സീഡിന്റെ കൂടെയാണ് ടു ചേർക്കുന്നത്. അക്സീഡിന്റെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ടു ചേർക്കുന്നത്. അക്സീഡ് ടു എ റിക്വസ്റ്റ്. ആക്സസ് ആണ് വരുന്നതെങ്കിൽ ആക്സസ് ടു എ പേഴ്സൺ ആണ്. ആക്സസ് ടു എ പേഴ്സൺ. ഇവിടെ എന്ന് വെച്ചാൽ സ്റ്റുഡൻസിന്റെ ഡിമാൻഡ്സ്, അതായത് ഒരു റിക്വസ്റ്റ് ആണ്, അതുകൊണ്ടാണ് അക്സീഡ് ചേർത്തത്. ഇവിടെ ആക്സസ് ചേർക്കണമെങ്കിൽ ആക്സസ് ടു എ പേഴ്സൺ ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, ദ ഗവൺമെന്റ് ഹാസ് ഗിവൺ ദ ഡിസ്ട്രിക്ട് കളക്ടർ കാർട്ടെ ബ്ലാങ്ക് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ദ ഫ്ലഡ് ഹിറ്റ് ഏരിയാസ്. ഇവിടെ കാർട്ടെ ബ്ലാങ്ക് എന്ന ഫോറിൻ ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട്. ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട്, അതായത് ഗവൺമെന്റ് ഡിസ്ട്രിക്ട് കളക്ടറിന് കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്തേക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഈ ഫ്ലഡ് ഹിറ്റ് ഏരിയാസിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടി ഡിസ്ട്രിക്ട് കളക്ടറിന് ഗവൺമെന്റ് ഫുൾ ഫ്രീഡം കൊടുത്തു എന്നുള്ള മീനിങ് ആണ്. അജണ്ട എന്ന് വെച്ചാൽ എന്തുവാണ്? അജണ്ട എന്ന് വെച്ചാൽ കാര്യപരിപാടി, തിങ്സ് ടു ബി ഡൺ. അതൊരു ഫോറിൻ വേർഡാണ്. അജണ്ട, കാര്യപരിപാടി, തിങ്സ് ടു ബി ഡൺ. അപ്പൊ അഡൻഡ എന്ന് വെച്ചാൽ എന്താ? അഡൻഡ എന്ന് വെച്ചാൽ തിങ്സ് ടു ബി ആഡഡ്, അതായത് കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങൾ, അതാണ് അഡൻഡ. അഡൻഡ. അടുത്ത ചോദ്യം, ഇറ്റ് വാസ് എ വേസ്റ്റ് ഓഫ് ടൈം ടു ആർഗ്യൂ വിത്ത് എ പേഴ്സൺ ഹു ഈസ് ഇൻകാപ്പബിൾ ഓഫ് ബീയിങ് കറക്റ്റഡ്. ഇൻകാപ്പബിൾ ഓഫ് ബീയിങ് കറക്റ്റഡ്, അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് പകരമായിട്ടുള്ള വൺ വേർഡ് എന്ന് പറയുന്നത് ഇൻകോറിജിബിൾ ആണ്. ഇൻകോറിജിബിൾ എന്നാൽ ഇൻകാപ്പബിൾ ഓഫ് ബീയിങ് കറക്റ്റഡ് എന്ന് വെച്ചാൽ തെറ്റ് തിരുത്താൻ തയ്യാറാകാത്ത ഒരു വ്യക്തി. ആ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ആർഗ്യൂ ചെയ്യുന്നത് വേസ്റ്റ് ഓഫ് ടൈം ആണ്. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പൊ ഇൻകാപ്പബിൾ ഓഫ് ബീയിങ് കറക്റ്റഡ് വൺ വേർഡ് എന്താ? ഇൻകോറിജിബിൾ. ഇൻകോറിജിബിൾ. ഇനി സ്പെൻഡ് ത്രിഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്പെൻഡ് ത്രിഫ്റ്റ്, THRIFT. സ്പെൻഡ് ത്രിഫ്റ്റ് എന്ന് വെച്ചാൽ ആരെയാ സ്പെൻഡ് ത്രിഫ്റ്റ് എന്ന് പറയുന്നത്? എ പേഴ്സൺ ഹു സ്പെൻഡ് മണി ലാവിഷ്ലി. ഇതിന്റെ മറ്റൊരു വേർഡാണ് ഏത്? എക്സ്ട്രാവേജന്റ് അല്ലെങ്കിൽ പ്രോഡിഗൽ എന്നൊക്കെ പറയും. പ്രോഡിഗൽ, എക്സ്ട്രാവേജന്റ്, സ്പെൻഡ് ത്രിഫ്റ്റിന്റെ സിമിലർ മീനിങ് ഉള്ള വേർഡ്സ് ആണ്. എ പേഴ്സൺ ഹു സ്പെൻഡ് മണി ലാവിഷ്ലി. ഓക്കെ. ബിബ്ലിയോഫൈൽ എന്ന് വെച്ചാൽ എന്താ? ബിബ്ലിയോഫൈൽ എന്ന് വെച്ചാൽ എ ലവർ ഓഫ് ബുക്സ്. എ ലവർ ഓഫ് ബുക്സ് ഈസ് നോൺ ആസ് ബിബ്ലിയോഫൈൽ. ഇനി പോളിമാത്ത്. പോളിമാത്ത് എന്ന് വെച്ചാൽ എന്താണ്? വൺ ഹു നോസ് മെനി സബ്ജക്ട്. വൺ ഹു നോസ് മെനി സബ്ജക്ട് ഈസ് നോൺ ആസ് പോളിമാത്ത്. ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. മെയിൻസിന് 10 മാർക്കിനാണ് 10 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുക. അപ്പൊ ഇംഗ്ലീഷ് പാടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് ഇതിന് റിലേറ്റഡ് ഫാക്ട്സും കൂടി പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. കുറച്ചും കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഈസി ആക്കി തരും. അത് ഇംഗ്ലീഷ് മാത്രമല്ല, അത് മലയാളം ആവട്ടെ, മാത്സ് ആവട്ടെ, ഏത് സബ്ജക്റ്റ് ആയാലും നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതുപോലെ റിലേറ്റഡ് ഫാക്റ്റുമായിട്ട് എടുത്ത് പഠിക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. നിങ്ങളൊന്ന് ഇങ്ങനെ നോക്കൂ. അപ്പോൾ അത് പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും തരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാം ചാനൽ വഴിയാണ് ഞാൻ എല്ലാ നോട്ട്സും അപ്ഡേറ്റും അതുപോലെ ഈ 10th മെയിൻസിന്റെ 100 ഡേയ്സ് ടൈം ടേബിളിന്റെ ഗൈഡൻസും സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അവിടെയാണ് കൊടുക്കുന്നത്.
അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് കയറി ജോയിൻ ചെയ്തേക്കാം. ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.